വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 52 മുതൽ 59 വരെയുള്ള സൂക്തങ്ങൾ. മൂസാക്ക് നാം സന്ദേശം നൽകി, എൻ്റെ ദാസന്മാരെയും കൂട്ടി രാത്രിയിൽ പുറപ്പെടുക. നിങ്ങൾ ഫറോവ സൈന്യത്താൽ പിന്തുടരപ്പെടുകയും ചെയ്യും. ഫറോവ നഗരങ്ങളിലൊക്കെ പടയൊരുക്കം നടത്താനായി ദൂതന്മാരെ അയച്ചു. ഫറോവ പ്രഖ്യാപിച്ചു, അതായത് ഇസ്രായേലർ ന്യൂനപക്ഷമായ ശിഥിലമായ ഒരു സംഘമാണ്. അവർ നമ്മെ രോഷാകുലരാക്കിയിരിക്കുകയാണ്. നാം ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഫറോവയെയും സംഘത്തെയും തോട്ടങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നും നാം പുറപ്പെടുവിച്ചു. രമ്യഹർമ്മങ്ങളിൽ നിന്നും ഖജനാവുകളിൽ നിന്നുമൊക്കെ നാം അവരെ പുറത്താക്കി. പ്രകാരമാണ് നാം പാപികളോട് ചെയ്യുന്നത്. ഇസ്രായേൽ മക്കളെ അതിനൊക്കെ അവകാശികളാക്കി മാറ്റുകയും ചെയ്തു. ഇതിനു മുമ്പുള്ള സൂക്തങ്ങളിൽ മൂസ അവതരിപ്പിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ച ആഭിചാരക സംഘത്തെ കുരിശിൽ തറച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം പറഞ്ഞിരുന്നല്ലോ. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമായി ഏതാണ്ട് 70,000-ലധികം ജാലവിദ്യക്കാർ സമ്മേളിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട്. അവരിൽ നിന്നും 70 പേരെ ഫറോവ മത്സരത്തിനു വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തു. അതിൽ നിന്നും അഗ്രഗണ്യരായ അതിപ്രശസ്തരായ 5 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ആ 5 പേരും മൂസ അവതരിപ്പിച്ച ദൈവിക ദൃഷ്ടാന്തത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. അവരെ ഫറോവ കൈകാലുകൾ ഛേദിക്കുകയും പിന്നീട് കുരിശിൽ തറച്ചു കൊല്ലുകയും ചെയ്തുവെന്ന് ചരിത്രം പറയുന്നു. മൂസ അവതരിപ്പിച്ചത് ദൈവിക ദൃഷ്ടാന്തം തന്നെയാണെന്ന് ഫറോവക്കും ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ അഹങ്കാരിയായ ഫറോവ അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. മൂസയെയും ഹാറൂനെയും പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊള്ളണമെന്നുമില്ല. അതിനാൽ തൽക്കാലം അവരെ ഫറോവ വിട്ടയക്കുകയാണുണ്ടായത്. വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. മൂസയും ഹാറൂനും അവരുടെ പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കണമെന്ന് പലവട്ടം ഫറോവയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഫറോവ അതൊക്കെ അവഗണിച്ച് തള്ളി. അതിനിടെ ദൈവിക പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരുന്നു. രക്തപ്രളയം, വെട്ടുകിളി ശല്യം, തവള ശല്യം, പേൻ ശല്യം തുടങ്ങിയ പല പരീക്ഷണങ്ങളാൽ ഫറോവയും സമൂഹവും വളരെയധികം ക്ലേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ഓരോ പരീക്ഷണങ്ങൾ വന്ന് ഭവിക്കുമ്പോഴും ഫറോവയും സമൂഹവും മൂസാനബിയുടെ അടുക്കൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ മൂസയുടെ ദൈവത്തിൽ വിശ്വസിക്കാം എന്നൊക്കെ ഒരു വാക്ക് നൽകുകയും ചെയ്യും. പക്ഷെ ഓരോ വിപത്ത് കഴിയുമ്പോഴും അവരുടെ വാഗ്ദാനം ലംഘിച്ചുകൊണ്ടിരുന്നു. ദൈവിക പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി നാടിനെ ഗ്രസിച്ചപ്പോൾ അന്നാട്ടിലെ പ്രമാണിമാർ വന്ന് ഫറോവയോട് പറഞ്ഞു, ഇസ്രായേലിലെ മൂസയോടൊപ്പം വിട്ടേക്കുക, ഇല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും. അങ്ങനെ മൂസാക്കും അല്പം ചില ഇസ്രായേലിലേക്ക് നാട് വിടാൻ അനുവാദം നൽകി. പക്ഷേ മൂസ ഈജിപ്തിലെ മുഴുവൻ ഇസ്രായേൽ വംശത്തെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഫറോവ നിലപാട് മാറ്റി. കാരണം നാട്ടിലെ എല്ലാ പണികളും ജോലികളും ഒക്കെ നിലച്ചു പോകും. കാരണം ഇവർ അടിമകളാണല്ലോ. സാമ്പത്തിക തകർച്ചയുണ്ടാവും. മാത്രമല്ല നാട് വിട്ടുപോകുന്ന ഇവർ പിന്നീട് തിരിച്ചു വന്ന് ഈജിപ്റ്റ് പിടിച്ചടക്കാനും ശ്രമിച്ചുകൂടായികയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇസ്രായേലരുടെയും മൂസയുടെയും പുറപ്പാട് തടയുവാൻ വേണ്ടി പട്ടാളത്തിന് ഓർഡർ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം മൂസയോട് ഇസ്രായേലിനെയും കൂട്ടി രാമാനം ഈജിപ്തിൽ നിന്നും വിട്ടുപോകണമെന്ന് കൽപ്പിച്ചത്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ മൂസ ഇസ്രായേലിനെയും കൂട്ടി പുറപ്പെട്ടു. ഇത് മണത്തറിഞ്ഞ ഫറോവയും സൈന്യവും പുലർച്ചെ തന്നെ അവരെ പിന്തുടരുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ള ഭാഗം അടുത്ത സൂക്തങ്ങളിൽ വരുന്നുണ്ട്.